മലയാള സിനിമാ മേഖലയിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് നടൻ നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരായ വഞ്ചന കേസ്. കോടതി നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നുവരികയാണെന്നും വസ്തുതകൾ മറച്ചുവെച്ചെന്നുമുള്ള ന്യായീകരണവുമായി നിവിൻ പോളി ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു. എന്നാൽ നടന്റെ വാദങ്ങൾ തള്ളി നിർമ്മാതാവ് PS ഷംനാസ് വീണ്ടും രംഗത്തെത്തി. കോടതി നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന നിവിൻ്റെ വാദം തെറ്റാണ്. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് മുൻപ് കേസ് നൽകിയിരുന്നില്ലെന്നും ഷംനാസ് ന്യൂസ് 18 പറഞ്ഞു. ജൂൺ 28 മുതൽ ഈ വിഷയത്തിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള മധ്യസ്ഥ ചർച്ചകൾ നടന്നുവരികയാണെന്നാണ് നിവിൻ പോളി പറയുന്നത്. എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് നിർമ്മാതാവ്. പകർപ്പവകാശവുമായി ബന്ധപ്പെട്ട് മുൻപ് കേസ് നൽകിയിരുന്നില്ലെന്ന് ഷംനാസ് ന്യൂസ് 18 പറഞ്ഞു. നിവിൻ പോളി സമൂഹ മാധ്യമങ്ങളിൽ നൽകിയിരിക്കുന്ന പ്രതികരണം തീർത്തും വസ്തുതാവിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ഒരു ആർബിട്രേറ്ററെ നിയോഗിക്കുന്നതിന് വേണ്ട യാതൊരു നിയമ നടപടികളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ നിലവിൽ 2 സിവിൽ കേസ് ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഞാൻ പോളി ജൂനിയറിന്റെ ഓഫീസിൽ കയറരുത് എന്ന് പറഞ്ഞിട്ട് നിവിന്റെ വൈഫിന്റെ പേരിൽ ഒരു ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്ത് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. തലയോലപ്പറമ്പ് പോലീസാണ് നിവിൻ പോളിക്കും സംവിധായകൻ എബ്രിഡ് ഷൈനുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തത്. മഹാവീരർ സിനിമയുടെ പരാജയത്തെ തുടർന്ന് നിവിൻ പോളി 95 ലക്ഷം രൂപ PS ഷംനാസിന് നൽകാമെന്നും എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ നിർമ്മാണ പങ്കാളിത്തം നൽകാമെന്നും ഉറപ്പ് നൽകിയിരുന്നതായാണ് പരാതി. തുടർന്ന് 2024 ഏപ്രിൽ മാസത്തിൽ സിനിമാ നിർമ്മാണത്തിനായി 1,90 ലക്ഷം രൂപ PS ഷംനാസ് കൈമാറുകയും ചെയ്തതായി പറയുന്നു. പിന്നീട് സിനിമയുടെ ടൈറ്റിൽ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് കത്ത് നൽകിയതിനു ശേഷം എബ്രിഡ് ഷൈൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിന്നും PS ഷംനാസിനെ മൂവി മേക്കേഴ്സ് ബാനറിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനിടെ സിനിമയുടെ ബഡ്ജറ്റ് സംബന്ധിച്ച ഇരു കൂട്ടരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഷംനാസിനെ മറച്ചുവെച്ചുകൊണ്ട് മുൻ കരാർ കാണിച്ച് ദുബായിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്ക് സിനിമയുടെ വിതരണ അവകാശം കൈമാറിയെന്നുമാണ് പരാതി. ദുബായ് ആസ്ഥാനമാക്കിയുള്ള കമ്പനിയിൽ നിന്നും നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിയായ പോളി ജൂനിയേഴ്സിന് അവകാശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 5 കോടി രൂപയുടെ വിതരണാവകാശം ഉറപ്പിക്കുകയും 2 കോടി രൂപ അഡ്വാൻസായി കൈപ്പറ്റുകയും ചെയ്തതായും പരാതിയിൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി.